ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് 2-3 ദിവസമായില്ലേ. ചെറിയൊരു തിരക്കിലൊക്കെ ആയിരുന്നു നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങൾക്കായിട്ട്. അപ്പം അങ്ങനെ ഇന്ന് അതെല്ലാം മാറ്റി വെച്ച് നമ്മൾ വീഡിയോസ് എടുക്കാനായിട്ട് നിന്നതാട്ടോ. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുക്കാത്ത കുറച്ച് ഐറ്റംസ് ആ ഒരു വലിയൊരു ബോക്സിലും അല്ലാത്തത് ഓരോരോ ഡപ്പകളിലാക്കിയിട്ട് നമ്മളിങ്ങനെ എടുത്തു വെച്ചു. പിന്നെ ഇന്നത്തെ സ്നാക്സ് എഗ് പപ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പത്തിരിയുടെ പൊടിയൊക്കെ കുഴച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. നമ്മുടെ മുട്ട ഏകദേശമൊക്കെ ആയി, അതപ്പുറം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ചട്ടിയാട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ പത്തിരിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ ഏകദേശം ചുട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ പപ്സിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ആ ഒരു സവാളയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഉണ്ടാക്കി വെച്ചിരുന്നത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സമയവും പോകും. പിന്നെ കുറച്ച് നമ്മുടെ മിക്സിയിലിട്ടിട്ട് അടിക്കുമ്പോൾ കറക്റ്റായി കിട്ടില്ല. അപ്പം ഇങ്ങനെ അത്യാവശ്യത്തിനുള്ളതൊരു ബോക്സിലാക്കി വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ സവാള വഴണ്ടിയേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരിത്തിരി കളറും കിട്ടും, കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ അങ്ങനെ ആ ഒരു കളറിൽ. അപ്പോൾ അങ്ങനെ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ ഗരം മസാല പൊടിച്ചതില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റിനായിട്ട് ഒരിത്തിരി ചിക്കൻ മസാലയുടെ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരിത്തിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നല്ലതാട്ടോ ഇങ്ങനെ ഒരിത്തിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുകയും ചെയ്യും. ഈ സവാളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. അപ്പം അതിനതിലേക്ക് ആ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരിത്തിരി നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു പപ്സിൻ്റെ ഫില്ലിങ്സ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ടേസ്റ്റിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അത് ലാസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് അപ്പുറത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പൊരിക്കുന്ന നേരത്തേക്ക് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പൊരിച്ചെടുക്കുക, ചൂട് കൊടുക്കാനെ കഴിക്കുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിന്ന് കറി വെക്കാനായിട്ട് തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നു. തേങ്ങ പൊളിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്കും പൂച്ചക്കുട്ടി വരുന്ന പോലെ ഓടി വന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തേങ്ങ വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ആ ഒരു മധുരത്തിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അതിൽ ചെറിയൊരു പൊങ്ങ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പണ്ട് ഉമ്മ ഉണ്ടാക്കിയിരുന്നു. ഞാനൊക്കെ ചെറുതാവുമ്പം എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു മുട്ടക്കറി കേട്ടോ. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ തക്കാളി, സവാള, പച്ചമുളക്, പിന്നെ അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം സംഭവം കൂടെ ഇട്ടിട്ട് കൈ വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ എളുപ്പം നമ്മുടെ ആ ഒരു കറി കഴിഞ്ഞു. പിന്നെ അതിലേക്ക് നമ്മൾ കോഴിമുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു കറി. ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നത് അവനക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ പൊരിച്ചു ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ വെച്ചു. പിന്നെ നമ്മുടെ ആ ഒരു പപ്സിൻ്റെ ഫില്ലിങ്സ് വെക്കാനായിട്ട് ആദ്യം ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മൈദ കലക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഷീറ്റും കൂടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും കൂടെ വെച്ച് കൊടുക്കുക. ആ ഒരു സെൻറ്ററിലാണ് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് മൈദ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഷീറ്റും കൂടെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ നമ്മൾ ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. പുറത്തേക്ക് ആവാത്ത രീതിക്ക് കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്ത് തന്നെ മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതിയും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് ആ ഒരു മൈദയുടെ പേസ്റ്റ് തേച്ചതിന് ശേഷം ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടോ നമ്മുടെ ഈ ഒരു പപ്സ്.
നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇപ്പം നോമ്പൊക്കെ ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും സമൂസ ഷീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം ലെയേഴ്സ് പോലെ തന്നെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു 4 സൈഡും ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ കേട്ടോ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓവനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ എഗ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ അതേ 4 ഭാഗവും അപ്പോൾ അതേ 4 സൈഡും നന്നായിട്ട് ആ ഒരു പശയൊക്കെ തേച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്കത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ അതേ നമ്മുടെ ആ ഒരു കറിയില്ലേ, തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി വലിയ ജീരകം, നമ്മുടെ പെരുംജീരകമല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരല്ലി നമ്മുടെ ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരിത്തിരി ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ടല്ല, ഒരു മീഡിയം ലെവലിൽ കേട്ടോ. അപ്പം അങ്ങനെ അതേ ഈ ഒരു ലെവലിലായിട്ടുണ്ട് നമ്മുടെ ആ ഒരു കറി കേട്ടോ. അപ്പം ഇനി ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ട പൊരിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം 3 മുട്ടയിലേക്ക് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അത് പൊരിച്ചിട്ട് നമ്മൾ ആ ഓരോ പീസാക്കിയിട്ടാട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഓരോ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ പൊരിച്ചിട്ട് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇവിടെ ഇത്തിരിയും കൂടെ ഇഷ്ടം മുട്ട പൊരിച്ചിടുന്നതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം അങ്ങനെ അതേ ആദ്യത്തെ 2 ബാച്ചായിട്ട് നമ്മൾ ആ ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ ആ ഒരു കറിയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അവസാന പണി എന്ന് പറയുന്നത് ചുവന്നുള്ളി, കറിവേപ്പില, ഒരു ഇത്തിരി മുളക് പൊടി ഇതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് തൂമിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് കറിവേപ്പില ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇല്ലാണ്ട് ഒപ്പിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞിട്ടാ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ നമ്മുടെ ആ ഒരു കറിക്കുള്ളത്. നല്ല അപ്പം തന്നെ നമുക്ക് ആ ഒരു കഴിക്കാൻ തോന്നുന്ന രീതിക്കുള്ള ഒരു സ്മെല്ല്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചുവന്നുള്ളി ഇട്ട് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ആ ഒരു കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പം ഇത്രയുള്ള എളുപ്പത്തിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറി തന്നെ കേട്ടോ ഇത്. എന്നും ഒരേ ലെവലിലുള്ള മുട്ട റോസ്റ്റും അതും ഇതൊക്കെ ഉണ്ടാക്കണതിനേക്കാളും ഒരു ചേഞ്ച് അല്ലേ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കറിയൊക്കെ ആകുമ്പോൾ. അപ്പം അങ്ങനെ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ആ ഒരു പപ്സ് പൊരിച്ചെടുക്കുന്നുണ്ട്. നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് വെച്ച് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ചൂടോടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ആട്ടാ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിട്ടിട്ട് അതിൻ്റെ മേലെ കുറേശ്ശെ നമ്മുടെ ആ ഒരു എണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 സൈഡും അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു പപ്സിൻ്റെ പരിപാടിയും ഏകദേശം കഴിഞ്ഞു. അപ്പം അങ്ങനെ അതേ നമ്മുടെ ആമിക്കുട്ടിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല സ്കൂൾ വിട്ട് വന്നിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ പത്തിരിയും കറിയൊക്കെ കൊടുത്തപ്പോൾ ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. എരിവില്ലാത്തതുകൊണ്ട് കറി മാത്രമൊക്കെ കഴിക്കുന്നതൊക്കെ കാണിച്ചെന്ന്. അപ്പോൾ ആളുടെ നല്ല അഭിപ്രായം കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ 2 പേരും മാത്രമുള്ള നോമ്പ് തുറക്കാനായിട്ട് അച്ഛമ്മ പള്ളിയിൽ പോയിക്കായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു പപ്സും സോസും വെള്ളം കലക്കിയതും മാത്രമായിരുന്നു. ഞങ്ങൾ 2 പേരും നോമ്പൊക്കെ തുറന്നതിന് ശേഷം ആട്ടോ അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അധികം ടൈമൊന്നുമില്ല, നമ്മളിത് മാത്രമല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേഗം ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പത്തിരിയും ഇന്നത്തെ ആ ഒരു മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.